നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. മുൻ ഭാര്യയ്ക്ക് നൽകാതിരിക്കാൻ കത്തിച്ചു കളഞ്ഞത് 5 കോടി. ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത് ഈ ഭർത്താവ് ചെയ്ത കാര്യം തന്നെയാണ്. കാനഡയിലെ ഒരു വിവാഹമോചനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മകന്റെ ചിലവിനായി ഭാര്യയ്ക്ക് നൽകണമെന്ന് കോടതി വിധിച്ച $1 മില്യൺ കനേഡിയൻ, അതായത് ഏകദേശം 5 കോടിയോളം രൂപ കത്തിച്ചു കളഞ്ഞാണ് കനേഡിയൻ പൗരൻ മുൻ ഭാര്യയോടുള്ള വിദ്വേഷം തീർത്തതെന്നാണ് ലഭ്യമാകുന്നത്. ഈ കുറ്റത്തിന് 2 മാസം ജയിലിലാകുകയും ചെയ്തു. 6 ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് 25 ലക്ഷം വെച്ച് പിൻവലിച്ചാണ് ഇയാൾ കത്തിക്കാനുള്ള പണം എടുത്തത്. തന്നെ കൈവശമുള്ള സ്വത്തിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും വെളിപ്പെടുത്തുന്നത് വരെ എല്ലാ ദിവസവും മുൻ ഭാര്യയ്ക്ക് 1 ലക്ഷം രൂപ വെച്ച് നഷ്ടപരിഹാരമായി കൊടുക്കണമെന്നാണ് കോടതി വിധിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒരുമിച്ച് പോകുവാൻ കഴിയില്ല എന്ന് മനസ്സിൽ ചിന്തിച്ച് തുടങ്ങിയാൽ പിന്നെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാതെ വിവാഹമോചനം നേടുന്നവരാണ് ലോകത്ത് അധികവും എന്നത് നമ്മൾ ദിവസേന കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെ. ജീവനാംശം തേടി കോടതിയിൽ സമീപിക്കുന്നവരും ഇതിനോടകം തന്നെ കുറവല്ല എന്ന കണക്കുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ കാനഡയിലെ ഒരു വിവാഹമോചനമാണ് ഇപ്പോൾ വാർത്തയിൽ ഇടം നേടിയിരിക്കുന്നത്. വിവാഹമോചനത്തിന് കോടതിയിലെത്തിയപ്പോൾ മകന്റെ ചിലവിനായി ഭാര്യയ്ക്ക് 5 കോടി രൂപ നൽകണമെന്ന് വിധിക്കുകയായിരുന്നു കോടതി. എന്നാൽ കോടതി വിധിച്ച $1 മില്യൺ കനേഡിയൻ കത്തിച്ചു കളഞ്ഞാണ് കനേഡിയൻ പൗരൻ തന്റെ ഭാര്യയോടുള്ള വിദ്വേഷം തീർത്തതെന്നാണ് വിവരം. എന്നാൽ അവിടം കൊണ്ട് തീർന്നില്ല കാര്യങ്ങൾ. തുക കത്തിച്ച സംഭവത്തിൽ ഇയാൾ 2 മാസം ജയിലിലാവുകയും ചെയ്തു. 6 ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് അദ്ദേഹം 25 ലക്ഷം രൂപ വെച്ച് പിൻവലിച്ചാണ് ഇയാൾ കത്തിക്കാനുള്ള പണം കണ്ടെത്തിയത്. തന്നെ കൈവശമുള്ള സ്വത്തിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും വെളിപ്പെടുത്തുന്നത് വരെ എല്ലാ ദിവസവും മുൻ ഭാര്യയ്ക്ക് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി കൊടുക്കണമെന്നും കോടതി ഇതിനോടകം തന്നെ വിധിക്കുകയും ചെയ്തു. എന്നാലും ഭാര്യയോടുള്ള വിദ്വേഷം പണത്തിന്മേലാണ് ഭർത്താവ് കാട്ടിക്കൂട്ടിയത്. ഈ ചെയ്തി ഏവരെയും അമ്പരപ്പിലാഴ്ത്തുന്നു. 1 രൂപയ്ക്കായി, ഒരു വറ്റരിക്കായി കഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്ത്, അതുപോലെ തന്നെ നമുക്ക് ചുറ്റും ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഇത്തരം വാർത്തകൾ വളരെ വിരളമാണെങ്കിലും ഏറെ ദാരുണമായ സംഭവം തന്നെയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.